ഇറാൻ ഇസ്രായേൽ സംഘർഷമുണ്ടായതിലേക്ക് അമേരിക്ക വന്നതോടുകൂടി ഈ അമേരിക്കയെ നേരിട്ട് ആക്രമിക്കുക എന്ന് പറയുന്നത് ദൂരം മറ്റ് പല സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അമേരിക്കൻ താവളങ്ങളെ ആക്രമണത്തിന് വിധേയമാക്കിയേക്കും ഇറാൻ എന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇറാന് ചുറ്റുമുള്ള അമേരിക്കൻ താവളങ്ങൾ ഏതൊക്കെയാണ് എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. ഏറ്റവും പ്രധാനമായിട്ടും ഇന്നലെ ഇറാൻ ആക്രമണം നടത്തിയ ഖത്തറിലെ അൽ ഉദൈദ് എന്ന അമേരിക്കൻ ബേസ്, അത് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ 19 സൈനിക കേന്ദ്രങ്ങളിൽ ഏറ്റവും ശക്തമായ ബേസാണ്. അതായത് ഏകദേശം 10,000-ലേറെ സൈനികരടങ്ങുന്ന 100ഓളം ഫൈറ്റർ ജെറ്റുകൾ അടങ്ങുന്ന അങ്ങനെ അതിവിപുലമായ ഡിസ്ട്രോയർ ഷിപ്പുകളടക്കം ആൻറ്റി മൈൻ ഷിപ്പുകളടക്കം വിന്യസിച്ചിട്ടുള്ള അതിശക്തമായ എയർബേസാണ് അൽ ഉദൈദിലേത്. അവിടെയാണ് ഈ കുറച്ചുകൂടി ക്ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ റെഡ് മാർക്ക്. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് പറയാണ്, ഈ റെഡ് മാർക്ക് എന്നത് കഴിഞ്ഞ 15 വർഷമായി അമേരിക്കയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള എയർബേസുകളാണ്. അതായത് UAE-യിലുണ്ട്, ഖത്തറിലുണ്ട്. ഖത്തറിലെ അൽ ഉദൈദ്, ബഹ്റൈനിൽ 2 എയർബേസുകളുണ്ട്. ഒപ്പം തന്നെ കുവൈറ്റിലുണ്ട്, സൗദി അറേബ്യയിൽ. റെഡ് മാർക്ക് എന്നത് 15 വർഷമായി പൂർണ്ണ അമേരിക്കൻ നിയന്ത്രണത്തിലുള്ളതും ഓറഞ്ച് മാർക്കിലുള്ളത് അമേരിക്കൻ പ്രസൻസ് ഉള്ള ഇടങ്ങളാണ്. അപ്പോൾ ഇത്രയേറെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കറിയാം അല്ലേ മാധു, ഇറാന് ചുറ്റും ഏറെക്കുറെ ഏത് സമയത്തും എന്ത് പ്രകോപനത്തെയും നേരിടാൻ തക്കവണ്ണമുള്ള, നമുക്കറിയാവുന്നതാണ് അമേരിക്കൻ ഇറാൻ ഉപരോധവും സംഘർഷവും ഒക്കെ എത്രയോ പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം വലിയ സൈനിക ശേഷിയുള്ള സൈനിക താവളങ്ങൾ തന്നെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് അമേരിക്ക തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇറാന്റെ തിരിച്ചടി എന്നതുകൂടിയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. കുറച്ചുകൂടി സൂക്ഷ്മമായി നോക്കിയാൽ UAE-യിൽ അൽ ദഫ്ര എയർബേസ് ആണ് അമേരിക്കൻ നിയന്ത്രണത്തിലുള്ളത്, ഇറാനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലം. ഖത്തറിൽ ഇപ്പോൾ ആക്രമണം നടന്ന അൽ ഉദൈദാണ്. അലി അൽ അസലേം എയർബേസ് ആണ് കുവൈറ്റിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒപ്പം തന്നെ US നേവിയുടെ 5th ഫ്ലീറ്റ് ക്യാമ്പ് ചെയ്തിരിക്കുന്നത് ഖത്തറിലാണ്. സിറിയയിലുമുണ്ട്. സിറിയയിലെ സൈനിക കേന്ദ്രത്തിനെയും കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അൽ ടൈംസ് ഗാരിസൺ എന്നുള്ള സൈനിക താവളത്തിന്റെ വിവരങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇറാഖിലേത് അൽ അസദ് എയർബേസ് ആണ്. അപ്പോൾ ചുറ്റും കൃത്യമായി അമേരിക്കയുടെ വലയമുണ്ട്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇന്ത്യൻ ഓഷ്യനിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഒമാൻ ആ തീരങ്ങളിലേക്ക് ലക്ഷ്യമിട്ട് നീങ്ങുന്ന അമേരിക്കയുടെ 2 കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പുകളുണ്ട്. അതായത് അമേരിക്കയുടെ നാവികസേനയുടെ യുദ്ധസജ്ജമായ സേനാ വിന്യാസം, അതിലെ 2 ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഒമാൻ തീരത്തടുത്തുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ തന്നെ ഒരു വലിയ വിമാനവാഹിനി കപ്പൽ, 6 വരെ ഡിസ്ട്രോയർ കപ്പലുകൾ, പിന്നെ ആൻറ്റി മെയിൻ സബ്മറീനുകൾ, അങ്ങനെ പല തട്ടിലുള്ള കടലിന് മുകളിലും അന്തർവാഹിനികളും ഒക്കെ ആയിട്ട് പല തട്ടിലും ഏകദേശം 7500 പോരാളികൾ ഉണ്ട്, 100-ലേറെ ഫൈറ്റർ ജെറ്റുകളുണ്ട്. അങ്ങനെ ഒരു കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് വരെ അത് തന്നെ മതി വലിയ ആക്രമണം നടത്താൻ. ഇന്നലെ ഇറാൻ ആക്രമിച്ച ആ സൈനിക താവളത്തിന് പോലും ഇറാനെ മുഴുവനായും ആക്രമണത്തിന് വിധേയനാക്കാൻ കഴിയുന്ന സൈനിക ശേഷിയും പ്രഹരശേഷിയും ഒക്കെ ഉള്ളതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവനവന്റെ പരമാധികാര പ്രവിശ്യയിൽ മറ്റ് രാജ്യങ്ങൾക്ക് സൈനിക താവളം ഉണ്ടാക്കാൻ ഉള്ള അനുവാദം കൊടുക്കുന്നത്, അത് എത്രത്തോളം വലിയ നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിലും ഇന്ത്യയൊന്നും ഒരു തരത്തിലും അത്തരം നീക്കങ്ങളിലേക്ക് പോയിട്ടില്ല. അത് നമ്മുടെ സുരക്ഷയും നമ്മുടെ ജനങ്ങളുടെ സുരക്ഷയും ഒക്കെ നേരിട്ട് ബാധിക്കുന്നതാണ്.